ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി എന്ന് പറയുന്നത് സുമ അജിത്താണ്. ചിക്കൻ വിഭവത്തിൽ വ്യത്യസ്തമായ ഒരു ശൈലി അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു ഡിഷസ് നമ്മൾ തയ്യാറാക്കി വെച്ച് നമ്മൾ കാത്തിരിക്കുകയാണ്. അവർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലതരം ചിക്കൻ ഐറ്റംസ് നമ്മൾ കഴിച്ചിട്ടുണ്ടാകും. ഫോർ എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ചിക്കൻ കറി കഴിച്ചിട്ടുണ്ടാകും, ചിക്കൻ ഫ്രൈ, ചിക്കൻ 65, ചിക്കൻ തന്തൂരി, അങ്ങനെ ഒരുപാട് നമ്മൾ കഴിച്ചിട്ടുണ്ടാകും. എന്നാൽ ഇത് ഹോം മെയ്ഡായിട്ട് പച്ച കുരുമുളകിട്ട സെമി ഗ്രേവി ചിക്കനാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പെഷ്യൽ. സോ അതെങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും അറിയാൻ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും നല്ലപോലെ ആകാംക്ഷയുണ്ട്. സോ നമുക്ക് പോയി നോക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ സുമ ചേച്ചി ഇവിടെ എല്ലാ സാധനം നേരത്തെ വെച്ചിട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ചേച്ചിയോട് തന്നെ ചോദിച്ചറിയാം എന്താണ് നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ, എന്താണ് നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്ന ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചറിയാം. അപ്പോൾ ചേച്ചി എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ? എന്താണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്? പച്ചക്കുരുമുളക് വെച്ചിട്ട് ഒരു ചിക്കൻ. പച്ചക്കുരുമുളക് വെച്ചിട്ടുള്ള ചിക്കൻ, അത് വെറൈറ്റി ആയിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ്? എന്തൊക്കെയാണ്? ഫസ്റ്റ് വേണ്ടത് പച്ചക്കുരുമുളക്, ഓക്കെ, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കാശ്മീരി മുളക് ഒന്ന് വറുത്ത് നമ്മൾ തന്നെ പൊടിച്ചെടുത്തതാണ്. മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് നല്ലപോലെ പൊടിയണ്ട. പിന്നെ ചെറിയ ഉള്ളി, വെളിച്ചെണ്ണ, ഇത് ചിക്കൻ, മല്ലിയില, പുതിനയില, കറിവേപ്പില, പച്ചമുളക്, ഉപ്പ്. ഓക്കെ, ഇത്രയാണ് ഐറ്റംസ്. അപ്പോൾ പൊതുവേ നമ്മൾ ചിക്കൻ കറി ഒക്കെ കഴിച്ചിട്ടുണ്ടാകും. ഈ കുരുമുളക് ഇട്ട ചിക്കൻ കറി അല്ലെങ്കിൽ കുരുമുളക് എടുത്ത ചിക്കൻ കറി എന്താണ് അതിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത്? എന്താണ്? നമുക്ക് പച്ചക്കുരുമുളക് എന്ന് പറയുന്നത് സാധാരണ എല്ലാ സമയത്തൊന്നും കിട്ടില്ല, റെയറായിട്ട് കിട്ടുന്നതാണ്. സാധാരണ നാട്ടിൻപുറങ്ങളിൽ, ഈ ടൗണിൽ നമുക്ക് കിട്ടാൻ പ്രയാസമായിരിക്കും. നാട്ടിൻപുറത്ത് ഇഷ്ടം പോലെ കിട്ടുന്നതാണ്. നമ്മളെ നാട്ടിൽ ഇത് ചെയ്യുന്നുണ്ട്, ടൗണിൽ ഇത് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ വിദ്യ, ചട്ടിയിൽ കുരുമുളക് എന്നുള്ളൊരു വിദ്യ വന്നിട്ടുണ്ട്. ചട്ടിയിൽ കുരുമുളക് അത് കാർഷിക കോളേജ് അതിൻ്റെ ഇത് ടെക്നോളജി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ പ്രൊഫസർ സുകുമാരപിള്ളയാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് എനിക്കൊരു സന്തോഷം പകരുന്നത്. ഇത് നമുക്ക് ഒരു വീട്ടിലേക്ക് വേണ്ട, ഒരു വർഷം വേണ്ട മുളക് മുഴുവൻ നമുക്ക് ആ ചട്ടിയിൽ നിന്ന് ഒരു 5 ചട്ടി 6 ചട്ടി വെച്ച് കഴിഞ്ഞാൽ അതിൽ കുരുമുളക് നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീട്ടാവശ്യത്തിനുള്ളത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. ഈ പച്ചക്കുരുമുളക് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. പൊതുവേ മാർക്കറ്റിൽ അത്ര സുലഭമല്ലാത്തൊരു കാര്യമാണ് കുരുമുളക്. അപ്പോൾ അതിൻ്റെ ഒരു ടിപ്സ് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ചട്ടിയിൽ കുരുമുളക് കൃഷി എന്നുള്ളത്. അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ എന്താണ് ആദ്യം തന്നെ നമ്മുടെ എന്തൊക്കെ മിക്സാണ് ആദ്യം നമ്മൾ ചെയ്യാം? നമ്മൾ ആദ്യം തന്നെ ഈ പച്ചക്കുരുമുളക് കുറച്ച്, അത് എരിവിനനുസരിച്ചിട്ടാണ്. നല്ല വിളഞ്ഞ കുരുമുളകാണെങ്കിൽ കുറച്ച് മതി, അധികം വിളവ് കുറവാണെങ്കിൽ എരിവ് കുറവായിരിക്കും, അപ്പോൾ കുറച്ച് കൂടുതൽ എടുക്കാൻ പറ്റും. അപ്പോൾ കുരുമുളക് കുറച്ച്, അതുപോലെ വെളുത്തുള്ളി, ഇഞ്ചി, ഈ കറിവേപ്പില, മല്ലിയില, പുതിനയില, ചെറുനാരങ്ങ, ഒരു ചെറുനാരങ്ങ നമുക്ക് ഉപയോഗിക്കാം. അതെല്ലാം കൂടിയിട്ട് മിക്സിയിൽ അടിച്ച് പേസ്റ്റാക്കി മാറ്റുക. അത് ഉപ്പും ചേർത്തിട്ട് നമ്മൾ ചിക്കനിൽ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ വെച്ചാൽ നല്ലത്. അഥവാ വെക്കാൻ പറ്റുന്നില്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ചെറുനാരങ്ങകളോട് കുറച്ച് പെട്ടെന്ന് പിടിക്കും, പക്ഷേ സമയം ഉണ്ടെങ്കിൽ നമ്മളത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അങ്ങനെ മിക്സ് ചെയ്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും തോന്നുന്നു അല്ലേ? മിക്സ് ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടും. എന്തൊക്കെയാണ് ആദ്യം മിക്സ് ചെയ്യേണ്ടത്? ആദ്യം പച്ചക്കുരുമുളക് എടുക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത്, ഇതിപ്പോൾ ഏകദേശം ഒരു 250 ഗ്രാം ചിക്കൻ ഉണ്ടാവും. ഇത് നല്ലപോലെ വിളഞ്ഞ പച്ചക്കുരുമുളകാണ്. അപ്പോൾ ഇതിന് ഇത്രയും ആവശ്യമില്ല, ഇതിൻ്റെ ഒരു പകുതി കുറച്ചും കൂടി മതിയാവും. എരിവ് നല്ലപോലെ വേണ്ടവർക്ക് കൂടുതലിടാം. പിന്നെ ഇത് കളർ നല്ലവണ്ണം വേണമെന്നുണ്ടെങ്കിൽ അധികം വിളയാത്തത് എടുത്താൽ മതി, അപ്പോൾ കളർ നല്ലവണ്ണം കിട്ടും. ഇപ്പോൾ ഏകദേശം പകുതിയോളം പച്ചക്കുരുമുളക് എടുത്തു. അതിനുശേഷം ഇഞ്ചി അതുപോലെ ഒരു 2-3 കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി ഒരു 5-6 അല്ലി, പിന്നെ മല്ലിയില, കഴുകി വൃത്തിയാക്കി വെച്ച മല്ലിയില ഇത്രയും,
ഇത് പുതിനയില ഇടുക. പിന്നെ കറിവേപ്പില, ചെറുനാരങ്ങ ഇതിനകത്ത് പിഴിഞ്ഞൊഴിക്കുക. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇതിൻ്റെ അകത്തേക്കാണ് ആ പേസ്റ്റ് ആക്കിയ സാധനം കൂടി. അതെ അതെ, ഇത് മിക്സ് ചെയ്ത് കുറച്ച് നേരം വെക്കുക. മഞ്ഞൾ പിന്നെ നമ്മൾ എല്ലാത്തിനും പൊതുവെ യൂസ് ചെയ്യുന്നൊരു നല്ല സാധനമാണല്ലോ. അപ്പോൾ ഈ മഞ്ഞളും ഉപ്പും ഇതിനകത്ത് മിക്സ് ചെയ്ത് വെച്ച് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യും. നല്ല പച്ച കളറുള്ള പേസ്റ്റാണ് അത്. ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിക്കുന്നു. എന്നിട്ട് അതിലേക്ക് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇരുമ്പ് യൂസ് ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇരുമ്പ് ചീനച്ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ മല്ലർ വെളിച്ചെണ്ണയാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ആയതുകൊണ്ട് ഇതൊന്ന് ഫ്രൈ ചെയ്ത് കോരാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരുപാട് ഡീപ്പ് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഒരു ഹാഫ് ആയാൽ മതിയാവും. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം അതിനകത്തോട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇടുക. ഇതിപ്പോൾ എത്ര സമയം നമ്മൾ ഇതേപോലെ വെക്കണം? ഇത് ഒരു 5 മിനിറ്റിലധികം എന്തായാലും വെക്കണം. നമുക്കിത് ഏകദേശം കണ്ടാൽ മനസ്സിലാവും ഇത് ഫ്രൈ ആവുന്ന. ഇത് പച്ച കളറായതുകൊണ്ട് മറ്റേതാണെങ്കിൽ നല്ല ബ്രൗൺ കളറിലേക്ക് വരും. ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് പച്ചയായതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയിരിക്കണം. ആ പച്ചയിൽ നിന്ന് ബ്രൗണിലേക്ക് ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസമേ വരില്ല, പച്ച മാറില്ല. ഇത് ഈ പച്ച കളറിൽ തന്നെ നമുക്ക് ഡിഷ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ ലാസ്റ്റ് നമ്മൾ ഈ കാശ്മീരി മുളക് ആഡ് ചെയ്യുന്നതിന് പകരം ഒന്നുകിൽ കാന്താരി അല്ലെങ്കിൽ പച്ചമുളക് അരച്ച പേസ്റ്റ് ഉപയോഗിച്ചിട്ടാക്കാം. അപ്പം നല്ല പച്ച കളറിലുള്ള ചിക്കൻ കിട്ടും. ചേച്ചിയുടെ വിശേഷങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ചേച്ചി ഇവിടെ വീട്ടിൽ ഇരുന്നിട്ട് ബുട്ടീക്കിൻ്റെ ചെയ്യുകയാണെന്ന് കേട്ടു. എങ്ങനെയാണ് ആ ഒരു സംരംഭത്തിലേക്ക് എങ്ങനെയാണ് ചേച്ചി കടന്നത്? ഞാൻ ഹസ്ബൻഡ് ഫാർമേൻ്റെ മെഡിസിൻ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ പുള്ളീൻ്റെ കൂടെയായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. പിന്നെ മോള് 10th കഴിഞ്ഞ് ഹോസ്റ്റലിലോട്ട് പോയപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നൊരു ഇതെന്നുള്ളതിൽ മോൻ ചെറിയ മോനുണ്ട്, മോൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അങ്ങനെയാണ് ബുട്ടിക്ക്, എനിക്ക് ഡ്രസ്സിൻ്റെത് ഇഷ്ടമാണ്, അങ്ങനെ ഇതിലേക്ക് സ്റ്റാർട്ട് ചെയ്തത്. സാൻവി എന്നാണ് ബുട്ടിക്കിൻ്റെ പേര്. സാൻവി, ഓക്കെ. കുറേ നല്ല കസ്റ്റമേഴ്സ് ഉണ്ടോ? അത്യാവശ്യം ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, പിന്നെ ഫ്രണ്ട്സ് എടുത്തിട്ട് കണ്ടിട്ട് അങ്ങനെ റെയറായിട്ടുള്ള സാധനമാണല്ലോ എന്നിട്ട് അങ്ങനെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചു വരും. വീട്ടിൽ തന്നെയാണ് സ്റ്റോക്ക് ചെയ്യുന്നത്. പിന്നെ ഗ്രൂപ്പുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പും ഫേസ്ബുക്ക് പേജുണ്ട്. അതുവഴിയെല്ലാം ആൾക്കാർ അയച്ചു കൊടുക്കുകയും ചെയ്യും. കൊറിയറിൽ അയച്ചു കൊടുക്കും. അപ്പോൾ നല്ലൊരു ഇതായിക്കോട്ടെ. സാൻവി എന്നാണ് ബുട്ടീക്കിൻ്റെ പേര്. നിങ്ങൾക്ക് വെറൈറ്റി ഡ്രസ്സ് വേണമെങ്കിൽ, അത് നിങ്ങളുടെ ഭാവനക്കൊരു ഡ്രസ്സ് വേണമെങ്കിൽ ചേച്ചിയെ സമീപിക്കാവുന്നതാണ് അല്ലേ? ഏകദേശം ആയിട്ടുണ്ട്. നിങ്ങൾ നോക്കിയതിൽ അങ്ങനെ കളർ വ്യത്യാസം കാര്യമായിട്ടൊന്നും കാണാനില്ല. അല്ല, പച്ച കളറിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഒന്ന് നോക്കിയാൽ ഇതിൽ
എല്ലില്ലാത്ത കഷ്ണം എടുത്തിട്ട് നമ്മളൊന്ന് തവി വെച്ചിട്ടൊന്ന് കുത്തി നോക്കുമ്പോൾ അത് മുറിഞ്ഞ് പീസാവും കണ്ടോ. അപ്പോൾ പകുതി ഏകദേശം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം നമുക്കതിന് കോരിയിട്ട് എണ്ണ വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. ഇത് ആവശ്യത്തിനുള്ള എണ്ണ ഇതിനകത്ത് വെച്ചിട്ട് ബാക്കി കോരി മാറ്റുക. ഇത്രയും എണ്ണ നമുക്ക് ആവശ്യമില്ല. ഇനിയിപ്പോൾ ഉള്ളി ഫ്രൈ ചെയ്യുക വേണ്ട, അതിനുള്ള എണ്ണ മാത്രമേ വെക്കണ്ടൂ. ബാക്കി മുഴുവൻ നമുക്ക് എടുക്കാം. ഉള്ളി വരുന്ന ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളിയാകുമ്പോൾ നമുക്ക് കൂടുതൽ നല്ല ടേസ്റ്റായിട്ട് വരും. എണ്ണ മാറ്റി ഇനിയിപ്പം ചെറിയ ഉള്ളി ഇതിനകത്തോട്ടിടാം. ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പിടാം. പെട്ടെന്ന് തന്നെ അത് വഴന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി, ഈ പൊടിച്ചെടുത്ത് വെച്ച വലിയ എരിവില്ലാത്ത മുളക് പൊടി. അതിൻ്റെ അളവ് എത്രയായിരിക്കും? അത് മുളക് എരിവനുസരിച്ചിട്ട് നമുക്ക് കൂട്ടിയും കുറച്ചും ഇടാം. അപ്പം ഞാനതിൽ ഈ ചെറിയ സ്പൂണിലൊരു 2-3 സ്പൂണാണ് ഇട്ടിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്ക് ആ ചിക്കൻ വറുത്ത് വെച്ച ചിക്കൻ്റെ എരിവ് നോക്കിയിട്ട് ഇതിൽ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറവ് വേണമെങ്കിൽ കുറവ് ചേർക്കാം. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിൻ്റെ കൂടെ തേങ്ങാക്കൊത്തും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. നല്ല പച്ച തേങ്ങേൻ്റെ തേങ്ങാക്കൊത്താണ്. അത് വഴട്ടുന്നതിലും നല്ലത് ഇത് ഒന്ന് വഴട്ടിയതിന് ശേഷം ഇതിൽ ആഡ് ചെയ്യുക. അത് ഇത്ര ഉണ്ടോ ഒരു തേങ്ങേൻ്റെ പകുതി? ഇതിപ്പം അത്രയും ചിക്കന് നമ്മൾ ഒരു അരമുറി തേങ്ങേൻ്റെ അതിൻ്റെ പകുതി എടുത്തത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഈ ചിക്കൻ നമ്മൾ വറുത്ത് കോരി വെച്ച ആ ചിക്കനും കൂടി ഇതിനകത്തോട്ട് ചേർക്കുക. ഇതിൽ കുറച്ച് നമുക്കതിനതൊന്ന് ഇത് മിക്സായി ഒന്ന് കുഴഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് വെള്ളം ചേർക്കണം. ആ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വേവണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ബൗൾ വെള്ളം മതിയായിരിക്കും അല്ലേ? വെള്ളം നമുക്ക് ഇതിൽ ഒഴിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നൊരു പരുവം കാണുന്നുണ്ടല്ലോ. ഇതിനകത്ത് അധികം വേണ്ട, ഫ്രൈ ആയിട്ടുള്ളൊരു സാധനമാണ്. ഒരു കുഴഞ്ഞിരിക്കുന്ന ടൈപ്പിലുള്ള സാധനമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിന് എത്ര സമയം? അത് ഒരു ചെറിയ ഫ്ലെയിമിലാണെങ്കിൽ നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വെക്കാം. ഇപ്പം നമ്മുടെ പച്ച കുരുമുളക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഓൾറെഡി സൂപ്പറായിട്ട് നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ പച്ചക്കുരുമുളക് ചിക്കൻ. നമുക്ക് ഈ ചിക്കൻ ചപ്പാത്തീൻ്റെ കൂടെ പത്തിരീൻ്റെ കൂടെ എല്ലാം കഴിക്കാം. ഞാനിവിടെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു സ്റ്റഫ്ഡ് ചപ്പാത്തിയാണ്. സ്റ്റഫ്ഡ് ചപ്പാത്തി. ഓക്കെ. ഇത് സാധാരണ ചപ്പാത്തി നിന്ന് എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിനകത്ത് കോളിഫ്ലവർ, പൊട്ടറ്റോ, മല്ലിച്ചപ്പ്, അതായത് കോളിഫ്ലവറും പൊട്ടറ്റോയും കൂടി നമ്മൾ വേവിച്ചിട്ട് ഒന്ന് ഉടക്കുക. ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്ത് അതിനകത്തോട്ട് ഈ ഉടച്ച് വെച്ച കോളിഫ്ലവറും പൊട്ടറ്റോയും കൂടി ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത്, വെള്ളമൊട്ടും ചേർക്കരുത്, അത് മിക്സ് ചെയ്തെടുത്ത
ആ പേസ്റ്റ് രൂപത്തിൽ ആയിരിക്കും ഏകദേശം. നല്ല പേസ്റ്റ് ആയിരിക്കില്ല. അത് നമുക്ക് ഗോതമ്പ് കുഴച്ച് വെച്ച ഗോതമ്പിലോട്ട് ചേർത്ത് അതും കൂടി മിക്സ് ചെയ്ത് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്യും. സാധാരണ ചപ്പാത്തിനും കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട് ചപ്പാത്തി. എന്തായാലും ട്രൈ ചെയ്യണം. ഇതിൽ കളർ തന്നെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതാണ് ചിക്കൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്റ്റഫ്ഡ് ചപ്പാത്തിയും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക വേണ്ടു. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. സാധാരണ ചിക്കൻ്റെ നിന്ന് കുറച്ച് നല്ലോണം വെറൈറ്റി ആയിട്ടുണ്ട്. കാരണം കുരുമുളകിൻ്റെ ടേസ്റ്റ്, പിന്നെ തേങ്ങ കൊത്തി വെച്ചതിൻ്റെ, പിന്നെ ലാസ്റ്റ് ഇട്ട ആ മുളക് ഒക്കെ നല്ല കാണുന്നുണ്ട്. പാകത്തിന് മാത്രമേ എരിവുള്ളൂ, വലിയ എരിവൊന്നുമില്ല. പക്ഷേങ്കിൽ നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഞാൻ ഒന്നാമത് വെച്ച് കുരുമുളക് ചിക്കനാകുമ്പോൾ നന്നായിട്ട് എരിവുണ്ടാവുന്നത്, പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നതാണ്. പക്ഷെ ഇത് എൻ്റെ പാകത്തിനാണിത്. സൂപ്പറായിട്ടുണ്ട്. സാധാരണ നമ്മൾ ചിക്കൻ കറി വെക്കുന്നതിനൊക്കെ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടാണ് ഇതുള്ളത്. അപ്പോൾ താങ്ക് യു ചേച്ചി. ഇനി ഇത്തരം സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിയാൽ ഉറപ്പായിട്ട് ഞങ്ങളെ വിളിക്കുക. ഞങ്ങൾ എന്തായാലും വരും. പ്രേക്ഷകർക്കും കാണട്ടെ, എല്ലാവരും കാണട്ടെ, പുതിയ പുതിയ ഡിഷസ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്ന് കാണട്ടെ. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും പച്ച കുരുമുളക് ചിക്കൻ. അപ്പോൾ എന്തായിട്ടും ഇത് പോയിട്ടുണ്ട് ട്രൈ ചെയ്യാം. ഒരു പുതിയ ഇത് ഐഡിയ കൂടി പറഞ്ഞിട്ടുണ്ട്. കുരുമുളക് നമുക്ക് ചട്ടിയിൽ വരെ ഇപ്പോൾ കൃഷി ചെയ്യാം. അതുപോലെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഓരോരുത്തരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. സാധാരണ ചിക്കനിൽ നിന്നും ഒത്തിരി വ്യത്യസ്തമായിട്ട് തന്നെയാണ് ഇതുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ശുദ്ധം നാടനായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും പുതിയ പുതിയ ഐറ്റം ഉണ്ടാക്കിയാൽ നമ്മൾ വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. വിളിക്കില്ലേ? വിളിക്കൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ വീണ്ടും കാണാം അല്ലേ? അങ്ങനെ പറയാൻ എനിക്ക് നല്ലത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ബൈ ബൈ.